രവി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്രമതിക്ക് അരികിലേക്ക് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രവിയുടെ ഭാവം കണ്ടിട്ട് എന്ത് പറ്റി രവിയേട്ടാ, നിങ്ങളെന്താ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ? നീയും കൂടി അറിഞ്ഞിട്ടാണോ ചന്ദ്രേ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല രവിയേട്ടാ. അല്ല, നിനക്ക് ശ്രുതിയെ കുറിച്ചിട്ട് എന്താ അറിയാ? അത് രവിയേട്ടാ, അവള് ആദ്യം മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നാ നിങ്ങളെന്താ ഇപ്പോ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്? എല്ലാത്തിനും ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇല്ല രവിയേട്ടാ, എനിക്ക് അവളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. അതെ, അല്ലെങ്കിലും നിനക്ക് അവളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. അവൾക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ് എന്നു. അതിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയോ ചന്ദ്രൻ? എന്താ രവിയേട്ടാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. അവൾക്ക് ഓൾറെഡി കല്യാണം ആയിട്ടുണ്ട്. അവളുടെ പേര് കല്യാണി എന്നാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരാറില്ലേ ആദി? ആ ആദിയാണ് ശ്രുതിയുടെ പയ്യൻ. രവിയേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ചന്ദ്രേ. അപ്പോ അവന്റെ കൂടെ വരുന്ന അച്ഛമ്മ ഇവളുടെ അമ്മയാണോന്ന്? അതെ, പക്ഷേ ഇവളുടെ അമ്മ മരിച്ചുപോയെന്നല്ലേ നമ്മളെടുത്ത് പറഞ്ഞത്? ആ കാര്യങ്ങളെല്ലാം കള്ളമാണ്. അതെല്ലാം കള്ളമാണ്. ആദ്യം അവള് കുറെ കള്ളങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവള് മലേഷ്യക്കാരിയല്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞപ്പോ വീണ്ടും കുറെ കാര്യങ്ങൾ കള്ളമായിട്ട് തന്നെയാണ് അവള് പറഞ്ഞിരിക്കുന്നത്. രവിയേട്ടൻ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ എന്റെ അടുത്ത് സച്ചി പറഞ്ഞതാണ്. അവനെങ്ങനെയാ ഈ കാര്യങ്ങൾ അറിയുന്നെന്ന് അവനോട് രേവതി പറഞ്ഞതാണ്. രേവതി വീട്ടിൽ പോയി വന്നതിന് ശേഷം അവളുടെ മുഖത്ത് മൊത്തത്തിലൊരു സങ്കടഭാവം നീ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവള് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ. അത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം രേവതി മനസ്സിലാക്കി എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ആരുടെ പറയരുതെന്ന് സത്യം മറച്ചു വെക്കുന്നതിന്റെ കുറ്റബോധത്തോട് കൂടിയിട്ടായിരുന്നു ഇത്രയും ദിവസം അവൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഓഹോ, അപ്പോ കാര്യങ്ങൾ അങ്ങനെയാണല്ലേ? എന്നാ ഇപ്പൊ തന്നെ ഞാൻ അവളടുത്ത് ഈ കാര്യങ്ങൾ പോയി ചോദിക്കട്ടെ. നിന്റെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ അറിയുമെന്നല്ലേ ചന്ദ്ര ചോദിച്ചത്? അതിനെക്കുറിച്ച് നിനക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് അറിയാൻ ചോദിക്കാന്. എന്നിട്ട് സുധി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. അച്ഛൻ വിളിച്ചത് കേട്ടിട്ട് ശ്രുതി പുറത്തേക്ക് വന്നിട്ട് അച്ഛനടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി എവിടെയെന്ന്? അവള് ഉള്ളിലുണ്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി വിളിക്കുകയാണേ. എന്താ അങ്കിൾ വിളിച്ചെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി അരികിലേക്ക് ചെല്ലുമ്പോ, അല്ല ശ്രുതി, നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കോമളയെ പോലെയാണോ? അല്ലെങ്കിൽ നീ ശ്രുതിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ടേക്ക് വന്നതാണോ? ഇതെല്ലാം കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രേവതി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. ആ നോട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രേവതി എല്ലാം പറഞ്ഞു കാണോ എന്നുള്ള ഭയത്തിലാണേ. അങ്കിൾ എന്താ പറയുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ, നീയല്ലേ ആരടുത്തും ഒന്നും പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞ് രേവതിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുപോരാത്തതിന് നീ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ മരിക്കും, നിന്റെ മകനെയും കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവള് വരട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ട ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ശ്രുതിക്ക് കല്യാണമായിട്ട് 1 വർഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇതുവരെ ശ്രുതിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ മകനെ കൂട്ടിക്കൊണ്ടുപോയി മരിക്കുന്നൊക്കെ പറയുന്നത്? എടാ, നിനക്ക് ഒന്നും അറിയില്ല. നീ ആദ്യം ശ്രുതിയുടെ അടുത്ത് ആ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. അത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, അങ്കിൾ ഞാനെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും, മതി, ഇത്രയും നാള് ഞങ്ങളെ പൊട്ടം കളിപ്പിച്ചത് മതി. നിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എനിക്ക് ഒരിക്കലും ജീർണിക്കാത്ത രീതിയിലാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട്, എന്താടി ശ്രുതി ഇത്? നീ എന്താടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ ഞങ്ങളുടെ കുടുംബം നശിക്കാൻ വേണ്ടിയിട്ട്? എന്റെ മകനെ ഞാന് അത്രയും പൊത്തി വളർത്തിയതാണ്. അവനെ നീ വലിയ നിലയിലേക്ക് കൊണ്ടുപോകുന്നും അവനെ നീ വലിയ ബിസിനസ് ആക്കുന്നൊക്കെ വിചാരിച്ച ഞാൻ ഇപ്പോ തെറ്റുകാരിയായല്ലേ? അവന്റെ ജീവിതം നീ കൊണ്ടുപോയിട്ട് കുട്ടിച്ചോറാക്കിയല്ലേടി? ഒരു പെണ്ണ് ഓൾറെഡി ഇവന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ എടുത്തോണ്ട് ഓടിപ്പോയി. അതിന്നൊക്കെ എന്റെ മോൻ പുറത്തോട്ട് വന്നിട്ട് നിന്നെ കല്യാണം കഴിച്ചിട്ട് നീ അവനെ വലിയ നിലയിൽ എത്തിക്കുന്നുള്ള കാര്യം വിചാരിച്ച്, എന്നാ നീ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ്? ഇതൊന്നും ഒരു ദൈവവും പൊറുക്കാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രപതി കരയുവാണേ. അത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ശ്രുതി ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാണെന്നോ? അത് കേട്ട സച്ചി പറയുന്നുണ്ട് കേട്ടോ, എടാ പഠിച്ച് മുട്ടാളെ, നിനക്ക് ഇത്രയും ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? 1 വർഷമായിട്ട് നിന്റെ കൂടെ ജീവിക്കുന്ന ഇവള് നിന്നെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴും ശ്രുതി ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും കള്ളം പറയാണ്. ശരിയാണെടാ, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നിന്നെ അടുത്ത് കള്ളം പറയാണ്. പക്ഷേ ഈ പൗഡർ എടുത്തി മാത്രം നിന്റെ അടുത്ത് സത്യം മാത്രമേ പറയുന്നുള്ളൂ. നിനക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ തന്നെ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂജാമുറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട് ആദ്യം സച്ചി. പക്ഷെ അയ്യോ വേണ്ട, അവൾ ഓൾറെഡി അച്ഛമ്മയുടെ അടുത്ത് സത്യമൊക്കെ ചെയ്തതാണ്. എന്നിട്ടും അവളെ എന്തോരം കള്ളത്തരങ്ങളാണ് ഇവിടെ എല്ലാവരോടും പറഞ്ഞത്. അവൾക്ക് ചക്കര പൊങ്കൽ കഴിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് അവള് കള്ളം പറയുന്നത്. തുടർന്ന് വർഷ പറയുന്നുണ്ട്, ഓ അപ്പോ ഈ കാര്യങ്ങളൊക്കെ രേവതി ചേച്ചിക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലേ ഇത്രയും നാളില്ലാത്ത ഒരു പ്രത്യേക സ്നേഹം രേവതി ചേച്ചിയോട് ശ്രുതി ചേച്ചി കാണിച്ചത്? ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നതും. എന്നാ ആന്റി ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ,
ഈ കാര്യങ്ങൾ മാത്രമല്ല ശ്രുതി ചേച്ചി ആന്റിയിൽ നിന്ന് മറച്ചു വെച്ചത്. സുധിയേട്ടന് വലിയൊരു ബിസിനസ് ഓർഡർ കിട്ടിയില്ലേ, 40 ലക്ഷം രൂപയുടെ. ആ ഓർഡർ പിടിച്ചു കൊടുത്തത് ശ്രുതി ചേച്ചിയല്ല, രേവതി ചേച്ചിയാണ്. രേവതി ചേച്ചി അറിയുന്ന ഒരു ആന്റിയാണ്. അവരുടെ അടുത്ത് രേവതി ചേച്ചി പറഞ്ഞ് മേടിച്ചു കൊടുത്തതാണ് ഈ കോൺട്രാക്ട്. എന്നാൽ രേവതി ചേച്ചിയുടെ അടുത്ത് ആ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ചേച്ചിയാണ് പറഞ്ഞത്. ആന്റിക്ക് തന്നോടുള്ള ദേഷ്യം പോകാൻ വേണ്ടിയിട്ട് ഇത് ഒരു കാരണമാവും. അതുകൊണ്ട് തന്നെ രേവതിയുടെ അടുത്ത് ഈ കാര്യം ആരോടും പറയരുത് എന്നുള്ള കാര്യം ശ്രുതി ചേച്ചി മറച്ചു വെച്ചു എന്നുള്ള കാര്യം കൂടി വർഷ എല്ലാവരുടെ മുമ്പെന്ന് പറയുകയാണേ. എന്തായാലും ഇത് കേട്ട ഉടനെ തന്നെ ആന്റി പഴയതുപോലെ തന്നെ ശ്രുതി ചേച്ചിയുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ വേണ്ടി തുടങ്ങി. ശ്രുതി ചേച്ചി എന്താണോ വിചാരിച്ചത് അത് ആന്റി സാധിച്ചു കൊടുത്തു. അതുകൂടി കേൾക്കുമ്പോഴേക്ക് ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് കലി തുള്ളുന്നുണ്ട്. നിനക്ക് എന്നെ കണ്ടിട്ട് എന്താണ് ഈ തോന്നുന്നത്? ചന്ദ്ര, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ പണത്തിന്റെ ആഗ്രഹമാണ് ശ്രുതിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അന്ന് വലിയ പണക്കാരിയാണ് ശ്രുതി എന്നുള്ള കാര്യം മനസ്സിലാക്കിയ നീയാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവൾക്ക് നിന്റെ ആവശ്യം എന്താന്നുള്ള കാര്യം അന്നും മനസ്സിലായി. ഇന്നും അവള് നിന്റെ ആഗ്രഹം പണത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തത്. എത്ര തവണ ചന്ദ്രൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ ജീവിതത്തിന് പരിഗണന കൊടുക്കണം, അതിനേക്കാൾ കൂടുതൽ പരിഗണന ഒരിക്കലും പണത്തിന് കൊടുക്കരുത് എന്നുള്ള കാര്യം. ഇപ്പൊ എന്തായി, നീ കാരണം നിന്റെ മോഹന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ച മട്ടായില്ലേ? ഇല്ല രവിയേട്ടാ, ഇവളെ ഞാൻ എന്തായാലും ചുമ്മാ വിടില്ല. നീ എന്താണ് അവളെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? സുധിയുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഇവളെ ഇനി നീ എന്ത് ചെയ്തിട്ടും എന്താ കാര്യം? എന്തായാലും ഞാൻ ഇവളെ വെറുതെ വിടില്ല. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവൾക്കെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അങ്ങനെ നീ കംപ്ലൈന്റ് കൊടുത്താലും നാണക്കേടുണ്ടാവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുടുംബത്തിനെയാണ്. നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകുന്നു കരുതിയിട്ട് ഇവളെ പോലത്തെ ഒരുത്തിയെ വെറുതെ വിടാൻ വേണ്ടി പറ്റുമോ രവിയേട്ടാ? ഇനി എന്തായാലും ഇവളെ ഞാൻ എന്റെ മകന്റെ കൂടെ ചേർത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല. ആന്റി, എനിക്ക് സുധിയെ അത്രയ്ക്കും ഇഷ്ടമാണ്. സുധിയുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പോരാട്ടമൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ടേ. ശരി, നിനക്ക് സുധിയുടെ കൂടെ ജീവിക്കണം, പക്ഷെ നിന്റെ മകനെ നീ എന്ത് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് ആന്റി എന്ന് പറഞ്ഞിട്ട് ബബ്ബ അടിക്കാനുണ്ട് ശ്രുതി. ശരി, അതൊക്കെ വിട്. നീ എന്തായാലും രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടി വിചാരിച്ചതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് നീ എന്റെ മകനെ ചതിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. എന്നാൽ എന്റെ മകനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പെണ്ണിന്റെ കൂടെ ലിവിങ് ടുഗെദർ ആയിട്ട് ജീവിച്ചു എന്നുള്ള കാര്യമൊക്കെ നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമാണ് നിന്നെ അവൻ കല്യാണം കഴിച്ചത്. ആ അവനോട് തന്നെ നീ ഇങ്ങനത്തെ ഒരു ക്രൂരതയല്ലേ ചെയ്തത്? നീ എന്തായാലും സന്തോഷത്തിൽ തന്നെയായിരിക്കും, കാരണം നീ എന്താണോ വിചാരിച്ചത് അതല്ലേ നടന്നത്. എന്നാ ഞങ്ങളൊക്കെ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പോ ഇതിന്റെ പേരിലുള്ള ശിക്ഷ എല്ലാം അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ? അല്ല, ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇവ മാത്രമാണോ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ചെക്കന്മാരെ നീ പറഞ്ഞ് പറ്റിച്ചിട്ട് ജീവിക്കുന്നുണ്ടോ അവരുടെ കൂടെ? ആന്റി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നീ മിണ്ടിപ്പോവരുത്. നിന്റെ വാ തുറന്നിട്ട് നീ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ്. നീ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നുള്ള കാര്യം ഭൂമിയിൽ ഒരാൾക്കും കണ്ടുപിടിക്കാൻ വേണ്ടി പോലും പറ്റില്ല. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മേ, ഇനി എന്തായാലും ഈ ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. ശ്രുതി, ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ശ്രുതി എന്ന് വെച്ച ജീവനാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും പക്ഷേ ശ്രുതി, ഒരിക്കലും ഇനി നിന്നെ വിശ്വസിച്ചിട്ട് വീണ്ടും പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല. ദയവ് ചെയ്തിട്ട് ഈ വീട് വിട്ട് നീ ഇറങ്ങി പോകണം എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് പറയാണേ. ശ്രുതി, ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മറിഞ്ഞിങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും രേവതി അവിടെ നിൽക്കുന്നത് ശ്രുതി കാണുന്നുണ്ടല്ലോ. രേവതിക്ക് അരികിലേക്ക് ചെന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പൊ എന്താ രേവതി, നിനക്ക് സന്തോഷമായി കാണുമല്ലേ? ഞാൻ അത്രയും രേവതിയുടെ അടുത്ത് കെഞ്ചി പറഞ്ഞതല്ലായിരുന്നോ? ഒരു കാര്യം ഇവിടെ പറയരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ? സമയാവുന്ന സമയത്ത് ഞാൻ തന്നെ എല്ലാവരുടെ ഈ കാര്യം പറഞ്ഞോളാം എന്നുള്ള കാര്യം. ഇപ്പൊ എന്തായാലും രേവതിക്ക് മനസ്സിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ടാവുമല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും നീ എന്തിനാണ് രേവതിയുടെ നെഞ്ചത്തോട്ട് കയറുന്നത്? അവൾ എന്തായാലും നിന്നെ പോലെ ഒരിക്കലും കള്ളം പറയില്ല. എനിക്ക് അവളെ ഇഷ്ടമല്ല, സത്യം തന്നെയാണ്. പക്ഷെ അവള് ജീവിതത്തിൽ ഒരിക്കലും സത്യമല്ലാതെ കള്ളം ഒരാളോടും പറയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാ നീ അങ്ങനെയാണോ? നീ വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ്. അവളടുത്താണോ നീ സത്യം പറയരുതെന്ന് പറഞ്ഞിട്ട് അവളടുത്ത് മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞത്? അങ്ങനത്തെ അവളടുത്താണ് നീ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞത്. അതും പോരാത്തതിന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ മരിക്കും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നീ അവളെ ഭീഷണിപ്പെടുത്തല്ലേ ചെയ്തത്? അതിന്റെ പേരിൽ അവൾക്ക് മറച്ചു വെക്കാൻ വേണ്ടി അവളുടെ മനസാക്ഷി അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സത്യങ്ങളെല്ലാം പുറത്തു വന്നത്. രേവതി ഈ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നിന്റെ തനി സ്വരൂപം ഇവിടെ ആർക്കും അറിയാൻ വേണ്ടി പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രേവതിയെ കുറിച്ചിട്ട് നീ ഒരു അക്ഷരം പോലും പറയരുത്. നിനക്ക് അതിനുള്ള അവകാശമോ അതിനുള്ള ഒരു റൈറ്റ്സോ ഇല്ല എന്നുള്ള കാര്യം ചന്ദ്രമതി മുഖത്തടിച്ചതുപോലെ പറയാണ്. അത് മാത്രമല്ല, ഇനി നീ എന്റെ മകന്റെ കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ മകനെ എന്ത് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. നിന്റെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് നീ വേണമെന്നുണ്ടെങ്കിൽ ആരെയും കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ നിമിഷം തന്നെ നീ ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോ ശ്രുതി, ദയവ് ചെയ്തിട്ട് നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് ശ്രുതി, ഇനി ഇതിൽ കൂടുതൽ ഒന്നും നിന്നെ മനസ്സിലാക്കാനില്ല.
ഇനി ഇവിടെ നിന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ദയവ് ചെയ്തിട്ട് നീയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ള കാര്യം സുധിയും ശ്രുതിയുടെ അടുത്ത് പറയാനിട്ടോ ചെയ്യുന്നത്.